Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ LDFന് പരാജയ ഭീതിയെന്ന UDF MLAമാർ. LDF സ്ഥാനാർത്ഥിയായ രവീന്ദ്രനാഥിന്റെ തോൽവി ഉറപ്പായതാണ് UDF സ്ഥാനാർത്ഥിക്കെതിരെയുള്ള നുണപ്രചാരണങ്ങൾക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് MLAമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. LDFന്റെ നേതാക്കൾ അതുപോലെ തന്നെ MLAമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പത്രസമ്മേളനത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പിച്ചതിൽ നിന്നുള്ള പരിഭ്രാന്തിയും അങ്കലാപമാണ് അസത്യ പ്രചരണങ്ങളുമായി ഒരു പത്രസമ്മേളനത്തിലേക്ക് അവരെ നയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ശ്രീ ബെന്നി ബെഹനാന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് LDFന്റെ MLAമാർക്കും നേതാക്കന്മാർക്കും തെരഞ്ഞെടുപ്പ് സമിതിക്കുമൊക്കെ പൂർണ്ണമായും ബോധ്യപ്പെട്ടതുകൊണ്ട് ഇനി അവസാനമൊപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ഒരു ശ്രമം എന്ന നിലയിൽ മാത്രമേ ഞങ്ങൾ ആ പത്രസമ്മേളനത്തെ കാണുന്നുള്ളൂ. UDFനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബെന്നി ബെഹനാന്റെ വിജയം ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. കേരളത്തിൽ 20 സീറ്റുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും ചാലക്കുടി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞതനുസരിച്ച് ചാലക്കുടിയിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്ന 5 വർഷം ശ്രീ ഇന്നസെന്റ് MP ആയിരുന്ന 5 വർഷമാണ് എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ വികസനം നടന്നത് ഇന്നസെന്റിന്റെ കാലത്തായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചാലക്കുടിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത്? 1.5 ലക്ഷം അടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാൻ വിജയിച്ചത് എന്ന് ഈ പറയുന്ന ആളുകൾ തന്നെ ഒന്ന് വിലയിരുത്തിയാൽ നന്നായിരിക്കും. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു MP 5 വർഷക്കാലം അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ജനങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താതെ നിയോജകമണ്ഡലത്തിൽ തന്റെ സാന്നിധ്യം പോലും അറിയിക്കാതെ കടന്നുപോയ 5 വർഷമായിരുന്നു ശ്രീ ഇന്നസെന്റ് MP ആയിരുന്ന 5 വർഷക്കാലം. അദ്ദേഹത്തെ TV ചാനലുകളിലൂടെയൊക്കെ കാണാൻ മാത്രമേ ഇവിടെയുള്ള ജനങ്ങൾക്ക് സാധിച്ചിരുന്നുള്ളൂ. ഞാൻ അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ 5 വർഷക്കാലം തീർച്ചയായിട്ടും ചാലക്കുടിയിലെ ജനങ്ങൾ വിലയിരുത്തിയതോടുകൂടിയാണ്, കൃത്യമായി വിലയിരുത്തിയതോടുകൂടിയാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വലിയ ഒരു പരാജയം അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നതും UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബെഹനാൻ വിജയിച്ചു. ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ശ്രീ ഇന്നസെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ചില പദ്ധതികൾ പൂർത്തീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇന്നസെന്റിന്റെ അല്ലെങ്കിൽ LDFന്റെയും ചില സ്വപ്നങ്ങൾ മാത്രമായി.